നമസ്കാരം. കേരളത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നതിന് ശേഷം 102 സീറ്റുകളുമായിട്ടാണ് UDF അധികാരത്തിലെത്തിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് UDFന്റെ മുഖ്യമന്ത്രി ആരാകണം എന്നുള്ള ഒരു വലിയ ചർച്ചകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങളൊക്കെ നടക്കുകയാണ്. ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം, VD സതീശൻ എന്ന് പറയുന്ന നിലവിലെ പ്രതിപക്ഷ നേതാവായിരുന്ന വ്യക്തിക്ക് വേണ്ടി വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇപ്പോൾ അദ്ദേഹത്തിനെ അനുകൂലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന അണികളുടെ ഭാഗത്ത് നിന്ന് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ നമ്മൾക്ക് കൃത്യമായിട്ടറിയാം, ദേശീയ നേതൃത്വം VD സതീശനെയല്ല മുഖ്യമന്ത്രി പദത്തിലേക്ക് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന്. അത് കൃത്യമായിട്ട് KC വേണുഗോപാൽ തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമ്മൾക്ക് പറയാൻ സാധിക്കും. പക്ഷേ വലിയ പ്രതിഷേധവുമായിട്ട് ചില അണികൾ ഇങ്ങനെ പോകുന്ന സമയത്ത് നമ്മൾക്കൊന്ന് നോക്കാം, KC വേണുഗോപാലാണോ VD സതീശനാണോ കേരളത്തിന് അനുയോജ്യനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രിയാണ്? അത് നമ്മൾക്കൊന്ന് പരിശോധിക്കുമ്പോൾ തന്നെ വ്യക്തമാകും. KC വേണുഗോപാൽ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അദ്ദേഹം തന്നെയാണ് അതിൽ യോഗ്യൻ. ഇതിൽ മുഖ്യമായിട്ട് VD സതീശൻ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കേവലം പറവൂർ നിയോജക മണ്ഡലത്തിൽ നിന്ന് വളർന്നു വന്ന് അവിടെ MLA ആയി പ്രവർത്തിച്ചു വരുന്ന ഒരു വ്യക്തി മാത്രമായിരുന്നു VD സതീശൻ. അദ്ദേഹം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരാൻ എന്താണ് കാരണം? ഉമ്മൻചാണ്ടിയും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തല അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഉണ്ടായിരുന്ന സമയത്ത് തന്നെ VD സതീശനെ ഈ പ്രതിപക്ഷ നേതാവ് എന്നുള്ള ഒരു നിലയിലേക്ക് ഉയർന്നു വരാനുള്ള കാരണം അത് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അത് KC വേണുഗോപാലിന്റെ ഒരു താല്പര്യം തന്നെയായിരുന്നു. അദ്ദേഹത്തിന്റെ ദേശീയ നേതൃത്വത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അദ്ദേഹത്തിനുള്ള സ്വാധീനം തന്നെയായിരുന്നു. ഉമ്മൻചാണ്ടിയുടെയും രമേശ് ചെന്നിത്തലയുടെയും K സുധാകരൻ അടക്കമുള്ള പ്രധാനപ്പെട്ട കോൺഗ്രസിന്റെ നേതാക്കന്മാരുടെ എല്ലാവരുടെയും തന്നെ വലിയ രീതിയിലുള്ള എതിർപ്പിനെ മറികടന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ VD സതീശൻ പ്രതിപക്ഷ സ്ഥാനത്തേക്ക് എത്തിയത്. അപ്പോൾ കൃത്യമായിട്ട് നമ്മൾക്കറിയാം, VD സതീശന്റെ കേരളത്തിലെ രാഷ്ട്രീയ ഗുരു ആരാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് KC വേണുഗോപാൽ തന്നെയാണ്. കൂടാതെ ഈ കോൺഗ്രസിന്റെ അണികൾ VD സതീശനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രതിഷേധം നടത്തുമ്പോൾ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെയും അതോടൊപ്പം തന്നെ കേരളത്തിലെ ജനങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട നേതാവായിട്ടുള്ള ഉമ്മൻചാണ്ടിയുടെ ചിത്രത്തോടൊപ്പം KC വേണുഗോപാൽ ഇരിക്കുന്ന ചിത്രം വരെയും അടിച്ചു തകർക്കാനായിട്ട് UDFന്റെ പ്രവർത്തകർ അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ഈ VD സതീശനെ അനുകൂലിക്കുന്ന പ്രവർത്തകർ എടുത്ത ഒരു നിലപാടൊക്കെ വളരെ നിരാശാജനകമാണ്. കേരള രാഷ്ട്രീയത്തിന് ഒരിക്കലും ചേരാത്ത ഒരു സംഭവം തന്നെയാണ്. മറ്റൊരു കാര്യം നോക്കിക്കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറെ നാളുകളായിട്ട് നമ്മൾക്കറിയാം, രാജ്യത്ത് പല സംസ്ഥാനങ്ങളിലും തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് കോൺഗ്രസിന് വലിയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പലപ്പോഴും കോൺഗ്രസിന്റെ പ്രാദേശികമായിട്ടുള്ള നേതാക്കന്മാർ മുഖ്യമന്ത്രിയായിട്ട് ഒരു വലിയ രീതിയിലുള്ള ഭരണ പരാജയം നടത്തിക്കൊണ്ടു പോകുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു പരാജയം നിരന്തരമായിട്ട് ഉണ്ടാകാനുള്ള ഒരു കാരണം. അതിന് ഏറ്റവും ഉദാഹരണം ഛത്തീസ്ഗഡ് എന്ന് പറയുന്ന സംസ്ഥാനത്ത് ഭരണ തുടർച്ച ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പോലും അവിടുത്തെ പ്രാദേശിക നേതാവായിരുന്ന കോൺഗ്രസ് നേതാവിന്റെ കഴിഞ്ഞ 5 വർഷത്തെ ഭരണം യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് താല്പര്യമില്ലാത്തതിന്റെ പേരിൽ തന്നെയായിരുന്നു അവിടെ BJP അധികാരത്തിലേക്ക് എത്തിയത്. അപ്പോൾ കേരളത്തിൽ VD സതീശനെ പോലെ ഒരു പ്രാദേശിക കോൺഗ്രസ് നേതാവ് അദ്ദേഹം ഒരിക്കലും ഇവിടെ മുഖ്യമന്ത്രിയാകാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം അവർക്ക് അതിനോടൊരു അനുയോജ്യമായിട്ടുള്ള നിലപാടില്ല. കാരണം ഈ കേരളം പോലെ ഒരു സംസ്ഥാനം ഒരു കാരണവശാലും കൈവിട്ട് പോകാനുള്ള ഒരു സാഹചര്യം ഇനി ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് KC വേണുഗോപാൽ എന്ന് പറയുന്ന ഒരു സീനിയർ ആയിട്ടുള്ള അല്ലെങ്കിൽ ദേശീയ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ രാജ്യത്തെ ഏറ്റവും മുതിർന്ന നേതാവായിട്ടുള്ള ഈ ഒരു വ്യക്തിയെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാനായിട്ട് കോൺഗ്രസ് നേതൃത്വം തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ VD സതീശൻ എന്ന് പറയുന്ന ഈ രാഷ്ട്രീയ നേതാവിന്റെ എല്ലാ തരത്തിലുമുള്ള വളർച്ചയ്ക്കും വളമായിട്ടുള്ളത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ഗുരുവായിട്ടുള്ള ഈ KC വേണുഗോപാൽ തന്നെയാണെന്നുള്ളത് നിസ്സംശയം നമ്മൾക്ക് പറയാൻ സാധിക്കും. കൂട്ടത്തിൽ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന്റെ ഒരു ടൂളായിട്ട് VD സതീശൻ മാറുന്നുണ്ട് എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹത്തിന് ജമാഅത്തെ ഇസ്ലാമി പോലെയുള്ള ഒരു തീവ്രമായിട്ടുള്ള സംഘടനയുമായിട്ടുള്ള ബന്ധമെല്ലാം അദ്ദേഹത്തിന്റെ കഴിഞ്ഞ കുറെ നാളുകളായിട്ടുള്ള പ്രവർത്തനത്തിൽ നിന്ന് വ്യക്തമാകുന്ന ഒരു കാര്യം തന്നെയാണ്. കേരളത്തിന്റെ പൊതു മനസാക്ഷിക്ക് ഏറ്റവും അനുയോജ്യനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലേക്ക് ഏറ്റവും കൂടുതൽ ദേശീയ നേതൃത്വം ഇതുകൊണ്ട് തന്നെയാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ പറയുന്ന KC വേണുഗോപാലിന് വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് അദ്ദേഹത്തെ മുഖ്യമന്ത്രിയാക്കാൻ ഉള്ളൊരു നിലപാടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് കേരളത്തിലെ പൊതുജനങ്ങൾ മനസ്സിലാക്കും എന്നുള്ളത് തന്നെയാണ് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഒരു കാരണവശാലും VD സതീശനെ പോലെയുള്ള ഒരു വ്യക്തി കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുന്നത് കേരളത്തിന്റെ മുന്നോട്ടുള്ള വികസനത്തിനോ അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു മതേതരത്വത്തിനൊന്നും ഒരിക്കലും അനുയോജ്യമായിട്ടുള്ള കാര്യമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കില്ല.